ഫ്രണ്ട്സ്, ഒരു 2026 നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ ആ ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കമ്പനി വന്നിട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ ചാർജറും കൂടാതെ സ്പെഷ്യൽ ആയിട്ട് ഇയർബഡ് കൂടി വെച്ച് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? എങ്കിലും അത് സംഭവിച്ചിരിക്കുകയാണ് A+ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പുതിയ മോഡലായിട്ടുള്ള Nova 2 Ultra 5G എന്ന് പറഞ്ഞ ഫോണില്. അതായത് ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് ചാർജർ മാത്രമല്ല കിട്ടുക, കൂടാതെ ഒരു ഇയർബഡ്സും കിട്ടും. അതും ഏകദേശം 15,000 താഴെയുള്ള ഈ ഒരു Nova 2 Ultra എന്ന് പറഞ്ഞ ഫോണില്. ഇനി ഇതുകൂടാതെ ഇതിനേക്കാളും വില കുറവിൽ Nova 2 എന്ന് പറഞ്ഞ ഒരു ഫോണും കൂടിയും ഈ ഒരു A+ എന്ന് പറഞ്ഞ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഈ രണ്ട് ഫോണും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അൺബോക്സ് ചെയ്ത് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഈ ഒരു ബഡ്ജറ്റിന് ഈ ഒരു ഫോൺ ഓക്കെ ഒക്കെ ആണോ എന്ന് നോക്കിയാലോ. അപ്പൊ ഇനി ഫ്രണ്ട്സ് അധികം പറഞ്ഞ് സമയം കളയാനുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ഫോൺ അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫോൺ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന A+ന്റെ Nova 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിലാണ് ഫോൺ വരുന്നത്. കൊള്ളാം, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബോക്സ് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന കത്തി ഉപയോഗിച്ച് ഈ ബോക്സ് അങ്ങ് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഫോണിന്റെ ബോക്സ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ Nova 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് കാണാൻ സാധിക്കുന്നത്. ഫോൺ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അതിന്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു മാനുവൽ കാർഡ് കിട്ടുന്നുണ്ട്. ഈ കാർഡും നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ക്ലിയർ കേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ക്ലിയർ കേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു കേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് ഒരു സിം ഇജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ കയ്യിലേക്ക് എടുക്കാം. ഫോൺ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 15,000 താഴെയുള്ള ഒരു ഫോണാണെന്ന് പറയത്തില്ല ഫ്രണ്ട്സ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഈ ഒരു ഫോൺ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കയ്യിൽ പിടിക്കാനായിട്ടും നല്ല സുഖമുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ഒക്കെ ആയിട്ട് ഈ ഒരു ഫോൺ കയ്യിലിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ A+ന്റെ Nova Ultra 5G എന്ന് പറഞ്ഞ ഫോണാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫ്രണ്ട്സ് ആ ഒരു ഫോണിന്റെ ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഫോൺ ഡയറക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫോണും പിന്നെ അതിന്റെ ഒപ്പം കിട്ടാൻ പോകുന്ന ആ ഒരു ഇയർബഡും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടി പോവാ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ. പിന്നെ ചാർജറും. ഓക്കെ, ഈ ഒരു ഫോണിന്റെ ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പക്ക ഒരു പ്രീമിയം ഫീല് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാം. ഒരു കോമ്പാക്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോണാണ്. അത് മാത്രമല്ല കൂടാതെ സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ ലൈറ്റ് കത്തും. അതായത് ഈ ഫോണിന്റെ ബാക്കിലുള്ള A+ എന്ന് പറയുന്ന അവരുടെ ലോഗോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കൂടാതെ നമുക്ക് വേറെ RGB ലൈറ്റും അതിന്റെ ചുറ്റിനും റൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇത് കസ്റ്റമൈസബിൾ ആണ്. അതായത് കോള് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കത്തുന്ന രീതിയിലാക്കാം, ഗെയിം കളിക്കുമ്പോൾ കത്തുന്ന രീതിയിലാക്കാം. ഇതിലത്തെ കളേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു RGB ലൈറ്റ് ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാം, അത്യാവശ്യം ഐ ക്യാച്ചിങ് ആണ്. നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ആരായാലും പെട്ടെന്ന് നോക്കും ഇത് എന്താ സംഭവം എന്ന്. അത്യാവശ്യം ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഈ ഒരു Nova 2 Ultra ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. പിന്നെ 120 Hz ആയതുകൊണ്ട് സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഡിസ്പ്ലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം. ഈ ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി Nova 2ലേക്ക് വന്നാൽ ഇതിൽ 120 Hz ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഷോർട്സ് ഒക്കെ കാണുന്നത്. കൊള്ളാം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സംഭവം കൊള്ളാം. ഇനി ക്യാമറ നോക്കിയാൽ ഈ ഒരു Nova 2 Ultra'യിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ 50 മെഗാപിക്സലിന്റെ സോണിയുടെ IMX7 II വിത്ത് OIS ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെടുത്ത ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഈ ഒരു Nova 2 Ultra ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി Nova 2ന്റെ ക്യാമറ എടുത്ത് നോക്കിയാൽ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 8 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ എടുത്ത സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും അടിയിൽ കമന്റ് ചെയ്യാം. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ ഈ ഒരു അൾട്രാ ഫോണിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് MediaTek Dimensity 7400 ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഫ്രണ്ട്സ്. ഈ ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ സാധിക്കും. അതുപോലെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ചിപ്സെറ്റിന്റെ ഹെൽപ്പോട് കൂടി. എന്തായാലും ഈ ഒരു ചിപ്സെറ്റ് ഈ ഒരു ഫോണിൽ കൊള്ളാം. ഇനി Nova 2ൽ വരുന്ന ചിപ്സെറ്റ് യൂണിസോക്കിന്റെ T8200 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഫ്രണ്ട്സ് ഇത്. മറ്റേ നമ്മുടെ MediaTek 7400 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറിയ ചിപ്സെറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ബാറ്ററി നോക്കിയാൽ രണ്ട് ഫോണിലും കൊടുത്തിരിക്കുന്നത് 6000 mAh ബാറ്ററിയാണ്. ഒരു ദിവസമൊക്കെ അത്യാവശ്യം ബാറ്ററി നിൽക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു അൾട്രയിൽ നമുക്ക് 40 വാട്ട്സിന്റെ ചാർജർ ആണ് വരുന്നത്. ഈ ഒരു Nova 2ൽ നമുക്ക് 18 വാട്ട്സിന്റെ ചാർജറും. ഈ രണ്ട് ഫോണും എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അൾട്ര കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബാക്ക് ലൈറ്റ് ഈ ഫോണിന്റെ ബാക്കിലുണ്ട്. കൂടാതെ ഇതിൽ ഗെയിമിംഗ് കീസും വരുന്നുണ്ട് ഫ്രണ്ട്സ്. അതായത് മുകളിൽ നിങ്ങൾക്ക് 2 കീ കാണാൻ സാധിക്കും. ഇത് വെച്ച് നമുക്ക് ഗെയിംസ് എല്ലാം കൺട്രോൾ ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് കാരണം കൊണ്ട് ഈ ഒരു ഫോൺ കുറച്ച്
കുറച്ചും കൂടി അടിപൊളിയാണ്. ഇനി ഇത് കൂടാതെ ഈ രണ്ട് ഫോണിലും നെക്സ്റ്റ് പ്രൈവസി ഡാഷ്ബോർഡും വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ വേണം, ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ളത്, എങ്കിൽ പറ്റിയൊരു ഫോണാണ് ഈ ഒരു നോവ 2 എന്ന് പറഞ്ഞ ഫോൺ. ഇതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു 15,000 രൂപയ്ക്ക് വരെ പൊട്ടിക്കാനുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫോണാണ് ഈ ഒരു നോവ 2 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ. കാരണം ഇത് യൂണിക് ആയിട്ട് ഡിസൈൻ ഉള്ള ഒരു ഫോണാണ്. ബാക്കിൽ ലൈറ്റ് ഉണ്ട്, കൂടാതെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതൊന്നും കൂടാതെ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ ബോക്സ് തന്നെ വാല്യൂ ആണ്. കാരണം ഈ ഒരു ഫോണിന്റെ ബോക്സിൽ നമുക്ക് ഇയർബഡ്സും കിട്ടും. ഇനി രണ്ട് ഫോണും എത്ര രൂപ വരുന്നുണ്ടെന്ന് വെച്ചാൽ നോവ 2 വരുന്നത് 8,999 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇനി നോവ 2 അൾട്ര നോക്കിയാൽ 14,999 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നിങ്ങൾക്ക് ഈ രണ്ട് ഫോണും ഇനി എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റാന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഈ ഒരു നോവ 2 സെയിൽസ് സ്റ്റാർട്ട് ആവുന്നത് ഏപ്രിൽ 14 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഈ ഒരു നോവ 2 അൾട്രയുടെ സെയിൽസ് സ്റ്റാർട്ട് ആവുന്നത് ഏപ്രിൽ 17 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഈ ഒരു ടൈമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ AI+ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പുതിയ ഫോണായിട്ടുള്ള നോവ 2 അൾട്രയും നോവ 2യും കിട്ടിയപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ. അവരാരെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.